നിങ്ങളൊക്കെ വീട് വയ്ക്കുമ്പോഴേ എന്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുള്ളത്? ഡിസൈനിനാണോ? അതല്ലെങ്കിൽ അത് വീടിൻ്റെ വലിപ്പത്തിനാണോ? അതല്ല തൊട്ടടുത്ത വീടിനേക്കാളും വലിയ വീട് വെക്കണം എന്നാണോ? അതല്ലെങ്കിൽ അവർ ചെയ്ത ഇൻറ്റീരിയറിനേക്കാളും വലിയ ഇൻറ്റീരിയർ ചെയ്യണം എന്നുള്ളതാണോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലേ ഒരു 10 വർഷം അതല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ വേറൊരു വീട് വരുന്ന സമയത്ത് നമ്മൾ അവരെക്കാളും പഴഞ്ചനായി മാറും. അങ്ങനെ ഒരു 20 വർഷം കഴിയുമ്പോഴേക്ക് ഏറ്റവും പഴയ വീടായി നമ്മുടെ വീട് മാറും ട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന ക്യാഷ് നമ്മൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഇൻറ്റീരിയർ ചെയ്യാനും വിലപിടിപ്പുള്ള ഡിസൈൻസ് ചെയ്യാനും ആണെങ്കിൽ നമുക്കതൊരു 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടൊക്കെ നമുക്ക് വീണ്ടും അത് നമ്മൾ ചെയ്ത പൈസയ്ക്ക് ഒരു മുതലില്ലാതായി പോയ പല അനുഭവങ്ങളുണ്ടായിരുന്നു ട്ടോ. എൻ്റെ ഒരു സുഹൃത്ത് അവൻ ഗൾഫിൽ പോകുന്ന സമയത്ത് തറയും കാര്യങ്ങളൊക്കെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് അവൻ്റെ വീട് കെട്ടി പൊക്കി വന്ന സമയത്തേക്ക് ഒരു ഏകദേശം 5-6 വർഷത്തോളമായിട്ടോ. അപ്പോഴേക്ക് ആ ഒരു വീടിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ മാറി പുതിയ രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ സമയത്ത് അവൻ ആ വീട് വിറ്റിട്ട് വേറൊരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരാളുടെ കൺസെപ്റ്റിനനുസരിച്ചാണ് നമ്മൾ മറ്റുള്ളവരുടെ വീട് എങ്ങനെയാണോ അത് നോക്കിയിട്ട് അതിനേക്കാളും വലിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴാണ്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ വെക്കുന്ന വീടിനകത്ത് അത്യാവശ്യത്തിന് ഇൻറ്റീരിയറും ഡിസൈൻസും കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആരോഗ്യം അതല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഹാപ്പിയായി ജീവിക്കാനുള്ള ഒരു സ്പേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അതിനുള്ള ഘടകങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീടിനകത്ത് ഒരു 30 വർഷം അല്ലെങ്കിൽ 40 വർഷം 50 വർഷമൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. നമ്മുടെ ആരോഗ്യത്തോടെ മാക്സിമം എങ്ങനെയൊക്കെയോ സംരക്ഷിക്കാൻ പറ്റും. ആ രീതിയിലെല്ലാം സംരക്ഷിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് ഇത് മഞ്ചേരി കാരക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആമിയ റോഡിലുള്ളൊരു വീടാട്ടോ. ഏകദേശം 1350 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അവരുടെ ഫ്ലോറിങ്ങിനാണ്. ഫ്ലോറിങ്ങിനകത്ത് അവർ പറഞ്ഞു അവർക്ക് കുറഞ്ഞ വിലയിലും മതി, ടൈൽസൊക്കെ വാങ്ങിക്കാനുള്ള വിലയുള്ളൂ, കയ്യിലുള്ളൂ, ബഡ്ജറ്റുള്ളൂ. പക്ഷേ അത് നാച്ചുറലായിട്ടുള്ള കല്ലായിരിക്കണം. അവരുടെ മക്കൾക്ക് അവരുടെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകൾക്ക് അതെല്ലാം നല്ല നാച്ചുറലായിട്ടുള്ള മെറ്റീരിയലിനകത്ത് കിടന്നുറങ്ങാനും ചവിട്ടി നടക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയാണോ പുറത്ത് ചെരുപ്പില്ലാതെ നടക്കുന്നത് ആ ഫീല് നടക്കുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള പാറപ്പുറത്ത് നടക്കുന്ന ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. ആരോഗ്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കും, നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം സംസാരിക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ, നമ്മൾ മക്കൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപം തന്നെയായിരിക്കട്ടെ അത്. ഇപ്പോൾ ഈ ഒരു വീട്ടുടമസ്ഥൻ ചെയ്തത് അവരുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് അവർ ഏകദേശം 1350 സ്ക്വയർ ഫീറ്റിന് ശേഷം 4-5 ഐറ്റത്തോളം മാർബിൾസാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. അത് സിറ്റൗട്ടിനകത്ത് ഒരു ഡിസൈനാണ്, ഡൈനിങ് ഹാളിനകത്ത് വേറെ ഡിസൈനാണ്, സ്റ്റെയർ കേസിനകത്ത് വേറെ ഡിസൈനാണ്, കിച്ചണിനകത്ത് അത് വേറെ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഡിസൈൻസൊക്കെ അവർ പർച്ചേസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കും ചെയ്ത് ആ വീട് കാണുമ്പോൾ ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ നമുക്കത് ഡിസൈൻസും വ്യത്യാസമുള്ള കല്ലുകളാണ് എടുത്തുള്ളത്, അതല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ലോട്ടാണ് എടുത്തുള്ളത് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാത്ത പോലെ തന്നെ നമ്മളതെല്ലാം വർക്കെല്ലാം ചെയ്ത് കൊടുത്തപ്പോഴേക്ക് അവർ ഭയങ്കര ഹാപ്പിയായി. അവർക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അതിലേറെ അവരുടെ മക്കൾക്ക് അവരുടെ ഉപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു കേട്ടോ അത്. നാച്ചുറലായിട്ടുള്ള മെറ്റീരിയലിനകത്ത് കിടന്നുറങ്ങാൻ, രാത്രി മക്കൾക്ക് കിടന്നുറങ്ങാൻ പറ്റിയൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് കേട്ടോ. നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരു വീടിനകത്ത് നമുക്ക് ടൈൽസ് ഇട്ടാലെന്താ, വേറെ എന്തെങ്കിലും കാർപ്പറ്റ് വിരിച്ചാലെന്താന്നൊക്കെ. അതെ, നിങ്ങൾക്ക് വിരിച്ച് മാർബിളും ഗ്രാനൈറ്റൊക്കെ വിരിച്ച വീടുകളിൽ താമസിച്ച ആളുകൾക്ക് പ്രത്യേകം അത് മനസ്സിലാവും കേട്ടോ. ഒരു മാർബിളിട്ട വീടിനകത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ടൈലിട്ട വീട്ടിലേക്ക് മാറുന്ന സമയത്ത് അവർക്ക് എന്തായാലും ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. കാരണം നാച്ചുറലായിട്ടുള്ള കല്ലിൽ ചവിട്ടി ഒരു വീട്ടിനകത്തോട്ട് കയറിയ സമയം മുതൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമ്മൾ ബെയർ ഫുട്ടായിട്ട് നമ്മൾ മാർബിളോട് നടക്കുകയാണ്. ആ ഒരു വ്യത്യാസം അത് നമ്മൾ ടൈലിട്ട വീട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആർട്ടിഫിഷ്യൽ നമുക്ക് ഫീൽ എന്തായാലും കിട്ടും കേട്ടോ. അത് ശരിക്കും അനുഭവിച്ചവർക്ക് മാത്രമേ അത് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ. അറിയാത്തവരത് പല രീതിയിൽ നമ്മളെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഷോപ്പിനകത്ത് ടൈൽസും വെക്കുന്നുണ്ട്, മാർബിളും എല്ലാം വെക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഇങ്ങനെയുള്ള കാര്യം പറയാനുള്ള കാരണം ഇത് പല ആളുകളും അനുഭവിച്ചിട്ട് പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു അനുഭവം കേട്ടോ. വീട്ടിനകത്ത് വിരിച്ചതിന് ശേഷം നമ്മളോട് പറയുന്നൊരു അനുഭവമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.